നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ മുത്തൂർ സ്വദേശിയുടെ പരാതിയിൽ സിഐക്കും എസ്ഐക്കും സസ്പെൻഷൻ. തിരൂർ സ്വദേശിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ വളാഞ്ചേരി സിഐ വീട് പൂട്ടി മുങ്ങി. പൊന്നാനിയിൽ മഴയിലും കാറ്റിലും വീട് തകർന്നു. സ്കൂൾ പ്രവേശനോത്സവ സംഘാടനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചെറിയമുണ്ടം പഞ്ചായത്തിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. CATU സ്ഥാപക ദിനം LIC തിരൂർ ബ്രാഞ്ച് പരിസരത്ത് സമുചിതമായി ആഘോഷിച്ചു. ിൽ തകർന്നു വീണ അംഗൻവാടി കെട്ടിടത്തിന് ഇനിയും ശാപമോക്ഷമായില്ല. വിശദമായ വാർത്തകൾ. കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ കേസിൽ വളാഞ്ചേരി SIക്കും CIക്കും സസ്പെൻഷൻ. വളാഞ്ചേരി CI സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവരെയാണ് ഉത്തരമേഖല IG K സേതുരാമൻ സസ്പെൻഡ് ചെയ്തത്. പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് പരാതി. CI സുനിൽദാസ് 8 ലക്ഷവും SI ബിന്ദുലാൽ 10 ലക്ഷവും ഇടനിലക്കാരൻ അസൈനർ 4 ലക്ഷവും തട്ടിയെടുത്തു എന്നാണ് പരാതി. തിരൂർ മുത്തൂർ സ്വദേശി നിസാറിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത്. SI ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസൈനർ എന്നിവരെ തിരൂർ മജിസ്ട്രേറ്റ് J ശ്രീജ റിമാൻഡ് ചെയ്തു. അവധിയിലുള്ള CI സുനിൽദാസ് ഒളിവിലാണ്. വെട്ടം ന്യൂസ്, തിരൂർ. കോറിയുടമ തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽദാസ് ഗുരുവായൂരിലെ വീട് പൂട്ടി മുങ്ങിയതായി പോലീസ് പറഞ്ഞു. വളാഞ്ചേരിയിൽ നിന്ന് ഒരു ദിവസത്തെ ലീവിൽ പോയതായിരുന്നു സുനിൽദാസ്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി S ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. വളാഞ്ചേരി മനക്കൽപ്പടിയിൽ നിസാർ വാങ്ങിയ സ്ഥലത്തെ കോറിക്ക് ആഴം കൂട്ടാൻ കല്ല് പൊട്ടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ആളെക്കൊണ്ടാണെന്നറിഞ്ഞ SIയും പോലീസ് ഇൻസ്പെക്ടറും സ്ഥലത്തെത്തുകയും കോറിയുടമയുമായി വിലപേശുകയുമായിരുന്നു. അസൈനർ ഇടപെട്ട് കൈക്കൂലി ഉറപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വിവരമറിഞ്ഞ പോലീസ് മേധാവി കോറിയുടമയെ വിളിച്ചുവരുത്തി. കോറിയുടമ നടന്നതെല്ലാം വിശദീകരിച്ചു. തുടർന്ന് മലപ്പുറം DYSP മനോജിനോട് പ്രാഥമിക അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ഇദ്ദേഹം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ DYSP PP ഷംസിനോട് FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് DYSP 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. വെട്ടം ന്യൂസ്, തിരൂർ. പൊന്നാനിയിൽ മഴയിലും കാറ്റിലും വീട് തകർന്നു വീണു. ആലിയമാക്കാനകത്ത് അബ്ദുള്ളയുടെ വീടാണ് തകർന്നത്. വീട്ടിൽ ആൾതാമസമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. പൊന്നാനി സ്വദേശി ആലിയമാക്കാനകത്ത് അബ്ദുള്ളയുടെ വീടാണ് തകർന്നത്. വീട്ടിൽ ആൾതാമസമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്.
പിന്നെ നല്ല ശക്തമായ കാറ്റും മഴയെല്ലാം ഉള്ളത്. അത് കാരണം തേപ്പ് കഴിച്ചിട്ടില്ല നമ്മൾ. ഇപ്പോൾ മെയിൻ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ മഴ കാരണം പായൊക്കെ ഇട്ടിട്ട് വരാണ്. നിസ്കരിക്കാൻ വേണ്ടി പോയി ഒന്നുകൂടി കയറി നോക്കാൻ വേണ്ടിയുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീട് വീണുകൊണ്ടിരിക്കുന്നതാണ്. ദൈവമായിട്ട് ഇവിടെ പെണ്ണുങ്ങളൊക്കെ ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പണിക്കാൻ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ലെവലിലും പണിയെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. കാറ്റ് കാരണമാണ് ഇത് മെയിനായിട്ട് വീഴാൻ കാരണം. കാറ്റും നല്ല ശക്തമായ മഴ മതിന്മേ വന്ന് അടിച്ച് അങ്ങനെ സംഭവിക്കുന്നു. 20 ലക്ഷം രൂപ അടക്കം ചിലവ്. 20 ലക്ഷം രൂപ. കോൺക്രീറ്റും അടി കോൺക്രീറ്റും ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് തന്നെ കടലിൻ്റെ അരയിൽ പൊളിഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്. $20 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പറയുന്നു. ഏകദേശം പണി കഴിഞ്ഞ ആൾ ഇറങ്ങിപ്പോയതാണ്. ഇതിപ്പോൾ ഏകദേശം 20 ലക്ഷം രൂപേൻ്റെ പുറത്ത് ചിലവായിട്ടുണ്ട്. ഇപ്പം ആള് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിസ്കരിച്ച് നോക്കുമ്പോൾ വരെ താഴേക്കിരിക്കുന്നുണ്ട് കാണുന്നത്. നല്ല ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നു. മഴ കാരണമാണ് മെയിനായിട്ടും ഇതൊക്കെ നനഞ്ഞിട്ട് ഇതായത്. വെട്ടം ന്യൂസ്, പൊന്നാനി. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ സംഘാടനത്തിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചെറിയമുണ്ടം പഞ്ചായത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമുന യൂസഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിദ്യാലയങ്ങളിൽ ഹരിത കേരള മിഷൻ നടത്തിയ ശുചിത്വ പരിശോധനയിൽ കണ്ടെത്തിയ മികച്ച വിദ്യാലയങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ പ്രസിഡന്റ് വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകർ, PTA പ്രസിഡന്റുമാർ, SMC ചെയർമാൻമാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്ത യോഗം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമുന യൂസഫ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഹാജിഷ തെസ്നി അധ്യക്ഷം വഹിച്ചു. വെട്ടം ന്യൂസ്, ചെറിയമുണ്ടം. തൊഴിലാളി സംഘടനയായ CITU സ്ഥാപക ദിനം സമുചിതമായി LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ LIC തിരൂർ ബ്രാഞ്ച് ഓഫ് പരിസരത്ത് സമുചിതമായി ആഘോഷിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, LICOI സിന്ദാബാദ്, LICOI സിന്ദാബാദ്, LICOI സിന്ദാബാദ്, LICOI സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, സ്ഥാപക ദിനം സിന്ദാബാദ്. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ വിശദീകരണ യോഗം നടത്തുകയും LIC ഓഫ് ഇന്ത്യ തിരൂർ ബ്രാഞ്ച് പരിസരം ശുചീകരിക്കുകയും ചെയ്തു. പരിപാടിക്ക് ജില്ലാ സെക്രട്ടറി P. ശ്രീനിവാസൻ നേതൃത്വം നൽകി. ബ്രാഞ്ച് പ്രസിഡന്റ് VV സത്യാനന്ദൻ, സെക്രട്ടറി പ്രശാന്ത് K, NK ഗോപിനാഥൻ, MP ഗംഗാധരൻ, P. മധു, C. മണികണ്ഠൻ, VM വിലാസിനി, M. പുഷ്പരാക്ഷൻ, ശാന്ത എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. തിരുനാവായ പഞ്ചായത്തിൽ 13-ാം വാർഡിൽ 2018-ൽ തകർന്നു വീണ 105-ാം നമ്പർ അങ്കണവാടി കെട്ടിടം ഇനിയും പുതിയ കെട്ടിടം ഉയർന്നില്ലെന്ന് പരാതി. പരേതനായ തൂമ്പിൽ അബൂബക്കർ ഹാജി മെമ്പറായിരിക്കെയാണ് കെട്ടിടം തകർന്നു വീണത്. ഫണ്ടില്ലാത്തതിനാലാണ് കെട്ടിട നിർമ്മാണം വൈകുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. തിരുനാവായ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ 2018-ൽ തകർന്നു വീണ 105-ാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന് ഇനിയും പുതിയ കെട്ടിടം ഉയർന്നില്ലെന്ന് പരാതി. 2023-ൽ പണി തുടങ്ങാനുള്ള ഒരുക്കമായെങ്കിലും പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതിനാൽ അന്വേഷിച്ചപ്പോഴാണ് കരാറുകാരൻ മാറിയെന്നറിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. 2018-ൽ 30 വർഷത്തോളമായി 13-ാം വാർഡിൽ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു. തന്നെയല്ല തിരുനാവായ പഞ്ചായത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു അംഗനവാടി കൂടിയാണ്. ഇത് 2018 ഓണം ഹോളിഡേയ്സിന് ഇത് വീണ് ബിൽഡിങ്. അത് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പിട്ട് ആ ബോർഡ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ വാർഡിൻ്റെ മെമ്പറും മരിച്ചുപോയി. പിന്നെ ഇത് അങ്ങനെ ഡെഡായി കിടക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ജൂൺ മാസം തുടങ്ങിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ജൂൺ മാസത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കുഴിയെടുത്ത് ഇപ്പോൾ ഇത് പൊതുജനങ്ങൾക്ക് വലിയ ശല്യമായി. ഈ വെള്ളം വരലും ഈ കുഴിയും തന്നെയല്ല അവിടെ ആ മണ്ണൊക്കെ കൂടിയിട്ടിട്ട് അവിടെ റോഡ് ഉള്ള വഴി കൂടി ബ്ലോക്കായി വെള്ളം തളഞ്ഞ് ചളിയും പുളിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പല തവണ പറഞ്ഞു തന്നെയല്ല വാർഡ് മെമ്പർ വാർഡ് പഞ്ചായത്തിലെ പ്രസിഡൻറ്റും കൂടിയാണ്. അവർക്കതിൽ ചെയ്യിക്കൊള്ളുന്നില്ല. എന്താ അവർ ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറയും. നമുക്കിപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്നാവുമെന്ന് അറിയില്ല. അവിടെ വാടക കെട്ടിത്തരാണ് നടക്കുന്നത്. അയാളത് ഒഴിഞ്ഞു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ വന്നിട്ട് ഇതായിരിക്കുക
എന്ത് ചെയ്യണം എന്നറിയിട്ട്. ഇപ്പോൾ ഇത് എന്നൊക്കെ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വാർഡ് പ്രസിഡൻറ്റിൻ്റെ വാർഡും കൂടിയുണ്ട്. ഈ കുഴി കുഴിച്ചിട്ടിട്ട് ഏറെക്കുറെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്താണ് ഈ വർക്ക്. ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ജൂണായിട്ട്. കണ്ടില്ല ഈ കുഴി 2, 3, 4, 5 എങ്ങനെ എന്താണെന്ന് പറയില്ല. ഈ കുഴി കുഴിച്ചിട്ടുണ്ട് ഇവിടെ. അംഗൻവാടി കെട്ടിടം തകർന്നതു മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ അംഗൻവാടിയായിട്ടും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കെട്ടിടം ഉയരാത്തതിൽ നാട്ടുകാർ അമർഷത്തിലുമാണ്. വെട്ടം ന്യൂസ്, തിരുനാവായ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.